Good morning all. Ebenezer Higher Secondary School നടത്തുന്ന കരിയർ ഗൈഡൻസ് വെബിനാറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ PA സുധീർ. എല്ലാം മാറിമറിയുന്ന ഒരു പുതുകാലത്ത് തൊഴിലുകളുടെ സ്വഭാവം മാത്രം നിങ്ങളുടെ അടിമുടി മാറി തുടങ്ങിയ കാലത്തിലൂടെ നാം കടന്നു പോകുന്നു. നിങ്ങൾ വിദ്യാർത്ഥികളാണ്. നിങ്ങൾ 2000-ന് ശേഷം ജനിച്ച വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ മുമ്പിൽ വിദ്യാഭ്യാസ ഒരു തുറന്നു കിടക്കുകയാണ്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്ന പോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത കോഴ്സുകൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അനുയോജ്യമായത് വളരെ ഒരു പ്രക്രിയ, അതിനാൽ അത് പാളിപ്പോയാൽ നമ്മുടെ ഭാവി ജീവിതത്തിനെ അത് ബുദ്ധിമുട്ടിലാക്കും. അതുകൊണ്ട് അതീവ ശ്രദ്ധയോടെ, കരുതലോടെ, കരുത്തോടെ ഒരു പഠന മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിന് അച്ചടക്കത്തോടെയുള്ള ഒരു കരിയർ മാപ്പിംഗ് ആവശ്യമാണ്. ഏതായാലും 10ഉം 12ഉം കഴിഞ്ഞ ഉപരിപഠനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത് വീക്ഷിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഏത് വിഷയം തിരഞ്ഞെടുക്കണം, അതിനെ നാം അടിസ്ഥാനമാക്കുന്ന മാനദണ്ഡം എന്താണ്? ഭാവിയിൽ ഒരു സുരക്ഷിതമായ തൊഴിൽ ലഭിക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ വിദ്യാർത്ഥികളുടെയും മുന്നിലുള്ള അവർ അടിസ്ഥാനമാക്കുന്ന ഒരു മാനദണ്ഡം. ഇങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ജീവിത വിജയത്തിന് കാരണമാകുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ആ കരിയറിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ, ലക്ഷ്യം വെച്ച് നമ്മൾ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്തു പഠിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. നമ്മുടെ ഈ അടുത്ത് നടന്ന NCDയുടെ ഗാലപ്പ് പോൾ പറയുന്നത് 65% ഓഫ് ദി ആർ ഇൻ ദ റൈറ്റ് ജോബ്. അതായത് കേട്ടറിവിൻ്റെയോ വൈകാരികമായ ഒരു അടുപ്പത്തിൻ്റെയോ പേരിൽ നിങ്ങൾ ഒരു കോഴ്സും നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? വളരെ പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മെ സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക. രണ്ടാമത്, നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നിങ്ങൾ അറിയുക. ദൗർബല്യവും ശക്തി, നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചും നിങ്ങളുടെ ബുദ്ധിശക്തിയെക്കുറിച്ചും, ഒരു തൊഴിലിൽ സാമ്പത്തികമായി നിങ്ങൾ എന്തു പ്രതീക്ഷിക്കുന്നു എന്ന് ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് കഴിവുകൾക്കും യോജിച്ച ഒരു തൊഴിലുകളുടെ അല്ലെങ്കിൽ കോഴ്സുകളുടെ ഒരു പട്ടിക നിങ്ങൾ തയ്യാറാക്കുക. അങ്ങനെ ആ പട്ടികയിൽ രേഖപ്പെടുത്തിയ ഓരോ കരിയറിനെ കുറിച്ചും നിങ്ങൾ ശരിക്കും അറിയുക, പഠിക്കുക. ആ തൊഴിലുകളിൽ ുന്നവരുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുമെങ്കിൽ ചർച്ച ചെയ്യുക, അവരോട് സംസാരിക്കുക. അങ്ങനെ സ്വാഭാവികമായ സിദ്ധികളെ തിരിച്ചറിഞ്ഞു വേണം നിങ്ങളൊരു യോജിച്ച കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ. ഇതാണ് ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയും നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട്, നമ്മിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണ്, അത് നിങ്ങൾ അറിയണം. ഇപ്പോൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രതികരിക്കാനുള്ള കഴിവുള്ളവരുണ്ടാകാം, ആശയവിനിമയം ചെയ്യാനുള്ള കഴിവുള്ളവരുണ്ടാകാം, സാങ്കേതിക മേഖലകളിൽ താല്പര്യമുള്ളവരുണ്ടാകാം, മൂർത്തവും അമൂർത്തവുമായുള്ള ബന്ധം കണ്ടെത്തുന്നതിന് കഴിവുള്ളവരുണ്ടാകാം, വസ്തുതകളെ ഭാവനയിൽ കാണുന്നതിനും യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കുവാൻ കഴിവുള്ളവരുണ്ടാകാം, ഭാഷാപരമായി നല്ല ആശയവിനിമയം നടത്താൻ കഴിവുള്ള വിദ്യാർത്ഥികളുണ്ടാകാം, വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവരുണ്ടാകാം. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നമ്മുടെ അഭിരുചികളുണ്ട്. പറ്റുമെങ്കിൽ നമ്മുടെ ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന അഭിരുചി നിർണയ അസസ്മെൻറ്റ് ടെസ്റ്റുകളുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ വിധേയമായി നിങ്ങൾക്ക് യോജിച്ച, നിങ്ങളുടെ അഭിരുചിക്കും കഴിവിനും താല്പര്യത്തിനും യോജിച്ചൊരു മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുക. പണ്ടൊക്കെ നാം ജോലി കിട്ടിക്കഴിഞ്ഞാൽ പഠനം നിർത്തുകയാണ് പതിവ്. എന്നാൽ ഇന്ന് ജോലി കിട്ടിക്കഴിഞ്ഞാലും പഠനം തുടരുക തന്നെ വേണം. എന്തുകൊണ്ടെന്നാൽ 2020 ശേഷം
തൊഴിൽ ഏർപ്പെടുന്നവർ, ഒരു കരിയറിൽ ഏർപ്പെടുന്നവർ 3-4 വർഷം കൂടുമ്പോൾ അവരുടെ നൈപുണ്യങ്ങൾ, അവരുടെ സ്കില്ലുകൾ വീണ്ടും പുതുക്കേണ്ടി വരുമെന്ന് വിദഗ്ധർ പറയുന്നു. നമുക്കറിയാം, പുതുതായി ജോലിക്ക് കയറുന്ന ചെറുപ്പക്കാരെ നമ്മൾ കണ്ടാൽ അറിയാൻ കഴിയും നമുക്ക്, അവർ നല്ലൊരു ശതമാനവും ജോലിക്കൊപ്പം സ്വന്തം കഴിവുകൾ മെച്ചപ്പെടുത്തുവാനും കരിയറിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കയറാനും സഹായകമാകുന്ന കോഴ്സുകൾ കൂടി ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇനിയുള്ള കാലം, ഈ പോസ്റ്റ് കോവിഡ്, നമ്മളിപ്പോൾ ലിവിങ് വിത്ത് കോവിഡ്, അതായത് കോവിഡിനോടൊപ്പം ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കോവിഡിന് ശേഷം നമ്മളുടെ ജീവിതത്തിൻ്റെ അതിജീവന മന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 2 കാര്യങ്ങളാണ്: സ്കില്ലിംഗ് ആൻഡ് അപ്സ്കില്ലിംഗ്. നമ്മെ നിരന്തരം സ്വയമാക്കിക്കൊണ്ടിരിക്കുക, പുതിയ സ്കില്ലുകൾ നിങ്ങൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ അതിജീവന മന്ത്രം. ഇന്ന് നമ്മൾ ആഗോള തൊഴിൽ വിപണിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ US, ചൈന എന്നീ രാജ്യങ്ങളുടെ മാനവശേഷിയുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 37 വയസ്സാണെങ്കിൽ, യൂറോപ്പിലേത് 45 വയസ്സാണെങ്കിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ശരാശരി പ്രായം എന്ന് പറയുന്നത് 29 നമ്മൾ പറയാറുണ്ട് യങ് ഇന്ത്യ, യങ് പോപ്പുലേഷൻ. അപ്പോൾ കഴിവുള്ളവർക്ക് നമ്മുടെ രാജ്യത്ത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉന്നത പദവികളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇന്ന് കമ്പനികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ പുത്തൻ തലമുറ കമ്പനികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും: ഫ്ലിപ്കാർട്ട്, ബൈജൂസ് ആപ്പ്, പേടിഎം, ഓയോ റൂംസ് എന്നിവയുടെ എല്ലാം സാരഥികൾ 40 തികയാത്ത ചെറുപ്പക്കാരാണ്. ഈ ഫോബ്സ് മാസിക എന്ന് പറയുന്ന ആഗോളതലത്തിൽ ഓരോ വർഷവും ഒരു 30 under 30 ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് 30 വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരായ ലോകത്തിൽ വിജയിച്ച ഓൺട്രപ്രൂണേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് കഴിവുള്ളവർക്ക്, പ്രതിഭകൾക്ക് നമ്മൾക്കിവിടെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഏതു മേഖലയിലാണോ നിങ്ങൾ കഴിവ് തെളിയിക്കുന്ന ആ മേഖലയിലൂടെ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. അത് ഈ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ തുടങ്ങിയ ന്യൂജൻ തരംഗങ്ങൾ പഴയ തലമുറ കമ്പനികളിലേക്കും ഇന്ന് പടർന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് കഠിനാധ്വാനവും അർപ്പണ ബോധവുമാണ്. ഇനി ഓരോ കോഴ്സും നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു? ഓരോ കോഴ്സും തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞ വിഷയം എന്തുകൊണ്ട് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, മനുഷ്യരെന്ന നിലയിൽ നമുക്ക് നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും കൂടുതൽ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ കവി കടമ്മനിട്ടയുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, നിങ്ങളറിയുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. അതെ, ഹ്യൂമാനിറ്റീസിലൂടെ നാം അറിയാൻ ശ്രമിക്കുന്നതും ഈ മാനവികതയെക്കുറിച്ചാണ്, അതിൻ്റെ സങ്കീർണതകളെയും അതിൻ്റെ വൈവിധ്യങ്ങളെയും കുറിച്ചാണ്. നിങ്ങൾക്ക് നന്നായി ആശയവിനിമയം ചെയ്യാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ മനസ്സിലിരിപ്പറിയാനും വിമർശനാത്മകമായി ചിന്തിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ തൊഴിൽ വിപണിയിൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് വൻ ഡിമാൻഡുണ്ട്. ഇന്ന് ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ വൈവിധ്യവൽക്കരണത്തിലും സ്പെഷ്യലൈസേഷനുകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇന്റർ ഡിസിപ്ലിനറിയായി നടത്തുന്ന ഈ കോഴ്സുകൾ പരസ്പര ബന്ധിതമായ പുതിയ സാധ്യതകളിലേക്ക് ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, വൻകിട താക്കോൽ സ്ഥാനങ്ങളിൽ നോക്കിയാൽ പല സാമൂഹിക ശാസ്ത്രജ്ഞർക്കും മാനവിക ഉപരിപഠനം നടത്തുന്നവർക്കും ഒഴിച്ചിട്ടിരിക്കുകയാണ് ഈ വൻകിട കമ്പനികളുടെ താക്കോൽ സ്ഥാനങ്ങൾ. അത് നമുക്ക് കാണാൻ കഴിയുന്നു. ഹ്യൂമാനിറ്റീസും സോഷ്യൽ ആധുനിക യൂണിവേഴ്സിറ്റികളും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളും വന്നു കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ, IIT പോലെയുള്ള, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ ഇന്ന് ഹ്യൂമാനിറ്റീസിന് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പ്രത്യേകം കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ചരിത്രവും പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ആന്ത്രോപോളജി തുടങ്ങിയ വിരലിലെണ്ണാവുന്ന കോർ സബ്ജക്റ്റുകൾ ഇന്ന് വൈവിധ്യവൽക്കരണത്തിലൂടെ കൾച്ചറൽ സ്റ്റഡീസ്, സോഷ്യൽ ഡിസബിലിറ്റി സ്റ്റഡീസ്, പോപ്പുലേഷൻ സ്റ്റഡീസ്, സോഷ്യോളജി തുടങ്ങി മുഖ
ഇന്ന് ശക്തമായതോടെ ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സ്റ്റഡീസ് പഠിതാക്കൾക്ക് വിപുലമായ തൊഴിൽ മേഖല തുറന്നു കിട്ടിയിരിക്കുന്നു. റിസർച്ച് അനലിസ്റ്റായിട്ട്, റിസർച്ച് അസിസ്റ്റൻ്റായിട്ട്, ഡാറ്റ അനലൈസറായി, സോഷ്യൽ വർക്കർ, അതേപോലെ ഹിസ്റ്റോറിയൻസ്, ആർക്കൈവിസ്റ്റ്, ലൈബ്രറിയൻ, കൾച്ചറൽ അഫയേഴ്സ് ഓഫീസർ, ഫോറിൻ കറസ്പോണ്ടൻറ്റ്, ഹിസ്റ്റോറിക് സൈറ്റ് അഡ്മിനിസ്ട്രേറ്റർ, ലീഗൽ റിട്ടൈനർ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത തസ്തികകളാണ് ഇന്ന് ഹ്യൂമാനിറ്റീസ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞവർ ഹ്യൂമാനിറ്റീസ് മേഖലയിലേക്ക് പോകുന്നവർക്ക് ഹയർ സെക്കൻഡറി തലത്തിൽ 30ഓളം സബ്ജക്റ്റ് കോമ്പിനേഷനുകളുണ്ട് എന്നുള്ളതാണ്. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് എന്ന കോർ സബ്ജക്റ്റിനോടുകൂടെ മ്യൂസിക്, ഗാന്ധിയൻ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, ജോഗ്രഫി, സൈക്കോളജി, ആന്ത്രോപോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇങ്ങനെ തുടങ്ങി 30 സബ്ജക്ട് കോമ്പിനേഷനുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു വിദ്യാർത്ഥി ഹ്യൂമാനിറ്റീസിൽ മ്യൂസിക് എടുത്താൽ ചെറുതുരുത്തി പോലെ അവിടെ ആർട്സ് ഹയർ സെക്കൻഡറിക്കൊപ്പം തന്നെ കഥകളി, സംഗീതം, ചെണ്ട, മദ്ദളം, മൃദംഗം, തിമില, മിഴാവ്, നൃത്തം, കർണാടക സംഗീതം എന്നിവയിൽ ഏതെങ്കിലും നമുക്ക് പരിശീലിക്കാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ സാധ്യതകളുടെ ലോകം, വ്യത്യസ്തമായ കോമ്പിനേഷനുകൾ ഇന്ന് നമ്മുടെ മുമ്പിൽ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിനിരിക്കുന്നു. ഇനിയും നമുക്ക് കൊമേഴ്സ് സബ്ജക്റ്റുകളിലേക്ക് ഒന്ന് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും, കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് എഡ്യൂക്കേഷൻ ഇസ് ദ പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് തന്നെ പ്രൈവറ്റൈസേഷനും കൊമേഴ്സ് എഡ്യൂക്കേഷൻ എൻറ്റയർ സ്റ്റഡീസും എക്കണോമിക്സുമായ കോർ സബ്ജക്റ്റ് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിൽ ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സും 4ഓളം കോമ്പിനേഷനാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കുറിച്ച്, നേച്ചർ ആൻഡ് മാർക്കറ്റ് ഫ്ലക്ച്വേഷനെ കുറിച്ച്, ബേസിക് ഓഫ് എക്കണോമിക്സ് കുറിച്ച് അറിയണം, പോളിസിയെ കുറിച്ച് അറിയണം തുടങ്ങി ഇന്ന് ടെക്നോളജിക്കൽ റെവല്യൂഷൻ ഉണ്ടായ പുതിയ ഡയമെൻഷൻസിലേക്ക് നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഇലക്ട്രോണിക് ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഇലക്ട്രോണിക് കൊമേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇലക്ട്രോണിക് ട്രേഡ്, ഇങ്ങനെ കൊമേഴ്സ് പഠനം ബാങ്കിങ് മുതൽ ഇ കൊമേഴ്സ് വരെ വ്യാപിച്ചു കിടക്കുകയാണ്. വരും നാളുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, വരും നാളുകളിൽ ഏറ്റവും കൂടുതൽ തൊഴിലാകുന്നത് ബാങ്കിങ് സെക്ടറുകളിലേക്കാണ്, ഇൻഷുറൻസ് സെക്ടറുകളിലേക്ക്. സർക്കാർ, സ്വകാര്യ, സഹകരണ മേഖലകളിലായി വ്യാപിക്കുന്ന ബാങ്കിങ് ശൃംഖല മാറിയിരിക്കുന്നു. നിങ്ങൾ ബിരുദത്തിന് ശേഷം ബാങ്കിങ്ങിലേക്ക് തിരിയുന്നവർക്കായി PG ഡിപ്ലോമയും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളടക്കം നിരവധി സ്ഥാപനങ്ങൾ നടത്തുന്ന, എക്സാമ്പിളായിട്ട് ഉദാഹരണമായി പറഞ്ഞാൽ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നടത്തുന്ന ബാങ്കിങ് ആൻഡ് ഫിനാൻസിലെ വ്യത്യസ്തമായ ഡിപ്ലോമ കോഴ്സുകൾ, ഇങ്ങനെ തുടങ്ങി ബാങ്കിങ് മേഖലയിലാണെങ്കിൽ നമുക്ക് റീറ്റെയിൽ ബാങ്കിങ്, പേഴ്സണൽ ബാങ്കിങ്, കോർപ്പറേറ്റ് ബാങ്കിങ്, റൂറൽ ബാങ്കിങ്, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ബാങ്കിങ്, ബാങ്കിങ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകൾ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു പ്രീമിയർ യൂണിവേഴ്സിറ്റികളിലും പോയി പഠിക്കാതെ ബിസിനസ് രംഗവുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. പ്രധാനമായും CA, ചാർട്ടേഡ് അക്കൗണ്ടൻസി, CS, കമ്പനി സെക്രട്ടറി, CMA, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് കോഴ്സുകൾ, പുതിയ CFA, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, CFP, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ, അതേപോലെ CWP, സർട്ടിഫൈഡ് വെൽത്ത് മാനേജർ, CPA, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്, ഇങ്ങനെ തുടങ്ങി ഒത്തിരി കോഴ്സുകൾ. ഇൻഷുറൻസ് മേഖല നോക്കിയാൽ ആക്ച്വറിയൽ സയൻസ്, ഇൻഷുറൻസ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ്, പോർട്ട്ഫോളിയോ മാനേജർ, ഇനി ഇൻവെസ്റ്റ്മെന്റ് രംഗം, ഈക്വിറ്റി റിസർച്ച് അനലിസ്റ്റ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ, മ്യൂച്വൽ ഫണ്ട് മാനേജർ, ക്യാപിറ്റൽ മാർക്കറ്റ് മാനേജർ, ഇങ്ങനെ തുടങ്ങി നിരവധി കോഴ്സുകൾ. നമ്മൾ കൊമേഴ്സിൽ നിന്ന് മാനേജ്മെന്റ് രംഗത്തേക്ക് നോക്കിയാൽ ഒരു മികച്ച കരിയറായിട്ട് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ നയിക്കുന്ന
കമ്പനികളെ നയിക്കുന്ന മാനേജ്മെൻറ്റിൻ്റെ പുതുവഴികളിലേക്ക് നിങ്ങൾ മാനേജ്മെൻറ്റ് കോഴ്സുകളിലൂടെ എത്തിപ്പറ്റുന്നു. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ മാനേജ്മെൻറ്റ് കോഴ്സുകൾ എന്ന് പറയുന്ന ഗ്ലാമറുള്ളൊരു കരിയറായിട്ട് മാറിയിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും അധികം മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലാണെന്ന് പറയാം. AICTE കണക്കനുസരിച്ച് ഏകദേശം 6500ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാനേജ്മെൻറ്റ് രംഗത്തുണ്ട്. അപ്പം മാനേജ്മെൻറ്റ് പഠനത്തിൻ്റെ വർദ്ധിച്ച സാധ്യതകളാണ് ഇത് കാണിക്കുന്നത്. എന്നാൽ ഈ സ്ഥാപനങ്ങൾ പെരുകിയതോടെ പഠനം നടത്തുക എന്നത് വളരെ പ്രധാനമാണ്. എവിടെ പഠിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് പഠനത്തിൽ മികവ് പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR എന്നീ പതിവ് സ്പെഷ്യലൈസേഷനുകൾക്ക് പുറമെ വ്യവസായങ്ങൾക്കനുസരിച്ച് പ്രത്യേകതരം മാനേജ്മെൻറ്റ് പഠനം ഇന്ന് വാഗ്ദാനം ചെയ്യപ്പെടുന്നു. അതിനാണ് സ്പെഷ്യലൈസ്ഡ് ബി സ്കൂളുകൾ. അതാണ് ഇന്നത്തെ പ്രത്യേകത. ഓരോ ഇൻഡസ്ട്രിക്കും അനുസരിച്ച് മാനേജ്മെൻറ്റ് വിദഗ്ധരെ വാർത്തെടുക്കുന്ന സ്പെഷ്യലൈസ്ഡ് ബി സ്കൂളുകൾ. ഇതുപോലെ തന്നെ നമ്മൾ ശാസ്ത്ര രംഗത്തേക്ക് പോയാൽ പരമ്പരാഗത ശാസ്ത്ര പഠനത്തിനുള്ളൊരു പുതിയ ഉണർവ് ലോകമെങ്ങും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഗവേഷണ മേഖലകളിൽ ആവേശമുണർത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ 200ഓളം ലോകരാജ്യങ്ങളിൽ 200ഓളം ലാബുകളിൽ വ്യത്യസ്തമായ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോവിഡ് വൈറസിനുള്ള വാക്സിൻ വേണ്ടി ഇന്ന് ലോകമെമ്പാടും പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ശാസ്ത്ര രംഗത്തിൻ്റെ ഒരു പുതുണർവാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവേഷണ മേഖലയുടെ പുതു ഉണർവ് കണ്ടുകൊണ്ടിരിക്കുന്നു. തൊഴിലവസരങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ശാസ്ത്ര പഠനമാണ് ഇന്ന് മുന്നിട്ട് നിൽക്കുന്നത്. പരമ്പരാഗത BSc MSc കോഴ്സുകൾക്ക് പകരം 5 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ ഇന്നത്തെ തരംഗമായിക്കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾ അതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടിരിക്കൊണ്ടിരിക്കുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ പ്യുവർ സയൻസ് വിഷയങ്ങൾക്കൊപ്പം ബയോടെക്നോളജി, മൈക്രോബയോളജി, പ്ലാന്റ് സയൻസ്, ബയോകെമിസ്ട്രി തുടങ്ങി ലൈഫ് സയൻസ് വിഷയങ്ങളും ഫോട്ടോണിക്സ്, അതേപോലെ തന്നെ അസ്ട്രോണമി തുടങ്ങിയ വിഷയങ്ങളുമെല്ലാം ഇന്ന് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നു. നമുക്ക് സയൻസ് ഗ്രൂപ്പിന് ഹയർ സെക്കൻഡറിയിൽ 9 ഓപ്ഷനുകൾ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോ, മാത്സ് വിദ്യാർത്ഥികൾക്ക് ഹോം സയൻസ്, ജിയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജി തുടങ്ങി 9 സബ്ജക്ട് കോമ്പിനേഷനുകൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ സ്റ്റെം കോഴ്സുകളാണ് ഞാൻ പറഞ്ഞു. ഇപ്പോൾ സയൻസ്, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് തുടങ്ങി, അതേപോലെ എഞ്ചിനീയറിംഗ് മേഖല ഞാനിപ്പോൾ എടുക്കുകയാണെങ്കിൽ, എഞ്ചിനീയറിംഗ് മേഖലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് എത്തിപ്പറ്റാവുന്ന ഒരുപാട് മേഖലകൾ ഇന്നുണ്ട്. 10th മാത്രം കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് ഇന്നിപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയ്ക്ക് എത്തിപ്പറ്റാൻ വേണ്ടി നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഏലൂര് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമുണ്ട്. അതാണ് സിപ്പറ്റ് എന്നറിയപ്പെടുന്നത്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി. സിപ്പറ്റ് നടത്തുന്ന JEE എക്സാം ഇപ്പോൾ അതിനെ കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അപേക്ഷിക്കാം. 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് അവിടെ പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജിയാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള കോഴ്സുകൾ വളരെ ഗുണം ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ നടത്തുന്ന ഡിപ്ലോമ കോഴ്സുകൾ, IHRD നടത്തുന്ന ടെക്നിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ, LBS സെൻറ്റർ നടത്തുന്ന കോഴ്സുകൾ, അതേപോലെ സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസുകൾ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ ടെക്നോളജിയുടെ ഡിപ്ലോമ കോഴ്സുകൾ, ഇങ്ങനെ വ്യത്യസ്തമായ 10ാം ക്ലാസ് കഴിഞ്ഞവർക്കുള്ള ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്ത് ഒരു കരിയറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. നെക്സ്റ്റ്, നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗിലേക്കുള്ളൊരു പാത്ത് വേ ഞാൻ പറയാം. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇതേപോലെ ഷോർട്ട് ടൈം ടെക്നിക്കൽ കോഴ്സിലൂടെ, ITIയും ITCയിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോളി ഡിപ്ലോമ എടുത്തുകൊണ്ട്, ഇല്ലെങ്കിൽ പോളി ഡിപ്ലോമ കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഡിപ്ലോമ കഴിഞ്ഞ് ബിടെക്കിലേക്ക്, അതായത് ലാറ്ററൽ എൻട്രിയുടെ ബിടെക്കിലേക്ക് എത്താം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പോലെയുള്ള +2 പഠനം കഴിഞ്ഞ് ബിടെക്കിലേക്ക് എത്താം. ഇനി +2ൽ ഏത് സ്ട്രീം ആയിക്കോട്ടെ, അവിടെ ഷോർട്ട് ടൈം ടെക്നിക്കൽ കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് പോകുന്നു, BSc മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ള ഡിഗ്രിയിലേക്ക് നിങ്ങൾ പോകുന്നു. അത് നിങ്ങൾക്ക് ടെക്നിക്കൽ കോഴ്സുകളിലേക്ക് എത്തിപ്പറ്റാൻ പറ്റും. ഇതേപോലെ തന്നെ നിങ്ങൾ MScക്ക് പോയവർക്കാണെങ്കിൽ അവർക്ക് ഗേറ്റ് എഴുതി MTechലേക്ക് എത്തിപ്പറ്റാൻ പറ്റും. അപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലകളുടെ ഒരു വളർച്ച എന്ന് പറയുന്നത്, നീതി ആയോഗ് വിഷൻ 2020 റിപ്പോർട്ട് പറയുന്നത് there will be 200 million jobs
അവൈലബിൾ ഫോർ 2020 എന്നാണ്. ഡിസൈൻ, പ്രൊഡക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്, കൺസൾട്ടൻസി സർവീസസ്, ഇൻസ്റ്റലേഷൻ, മാർക്കറ്റിംഗ്, സെയിൽസ്, ഇങ്ങനെ തുടങ്ങി എഞ്ചിനീയറിംഗ് രംഗത്ത് ഒത്തിരി ജോലി സാധ്യതകളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത്. ഒരു രാജ്യത്തിന് വേണ്ട, അതായത് വിത്തിൻ 2-3 years there will be a large scarcity of skilled laborers in Kerala. സ്കിൽഡ് ലേബേഴ്സിനെ നമുക്ക് കിട്ടാനില്ല. നമുക്ക് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ നമുക്കൊരു ഡിസൈൻ എഞ്ചിനീയറിനെ 3 സൂപ്പർവൈസറി എഞ്ചിനീയർ, 9 സ്കിൽഡ് ലേബേഴ്സ് എന്നൊരു കണക്കാണ്. ഇവിടെ നമുക്കിന്ന് സ്കിൽഡ് ലേബേഴ്സിൻ്റെ വലിയ ഒരു ഷോർട്ടേജ് അനുഭവപ്പെടുന്നു. ഇവിടെ ഈ രംഗത്തേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും 12ാം ക്ലാസ് കഴിഞ്ഞവർക്കും ഷോർട്ട് ടേം ടെക്നിക്കൽ കോഴ്സുകളിലൂടെ, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗിലെ വിവിധ കോഴ്സുകളിലൂടെ നിങ്ങൾക്ക് ഈ മേഖലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു. അതുപോലെ തന്നെ ടെക്നോളജിയുടെ വൻ വളർച്ചയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ എഞ്ചിനീയറിംഗ് പഠനത്തിൽ വൈവിധ്യമാർന്ന മേഖലകളിലൂടെ ഇന്ന് വളരുന്നത് നാം കാണുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധിയുടെ, ഓട്ടോമേഷൻ്റെ, അതിതീവ്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പണച്ചെലവില്ലാതെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ, ഉയർന്ന ജോലി ഉറപ്പാക്കാനും ഇന്ന് നമുക്ക് ഡിഫൻസിലെ, നമ്മുടെ രാജ്യത്തിന് ഡിഫൻസിൻ്റെ അവസരമൊരുക്കുന്നു. അവിടെ നിങ്ങൾക്ക് +2 ടെക്നിക്കൽ എൻട്രിയിലൂടെ എഞ്ചിനീയറിംഗ് പഠനത്തിനും തൊഴിലവസരത്തിനും എത്തിച്ചേരാൻ കഴിയുന്നു. ഇതുപോലെ തന്നെ ഈ എഞ്ചിനീയറിംഗ് മേഖലത്തെ വലിയ ഒരു മാറ്റം ഞാൻ പറഞ്ഞു. ആ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2018 ഫ്യൂച്ചർ ഓഫ് ജോബ്സ് റിപ്പോർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി മനുഷ്യനെ മറികടക്കുന്നൊരു വേഗത്തിൻ്റെ നിരക്ക് നമുക്ക് കാണാൻ കഴിയും. 2018 29% മെഷീൻസ് വർക്ക് ചെയ്തിരുന്നത്. മനുഷ്യപ്രയത്നം 70% അത് 2025 ആകുമ്പോൾ മെഷീൻ 52%. ആ ഒരു രീതിയിലേക്ക് നാനോ ബോട്ടുകളും അപ്പോൾ ആരോഗ്യരംഗത്തു ടെക്നിക്കലിൻ്റെ, അതായത് ഓട്ടോമേഷൻ്റെ അതിപ്രസരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണാം ഈ ആരോഗ്യരംഗത്തെ പുതിയ താരോദയമാണ് നമ്മൾ കണ്ടത്. IBMൻ്റെ വാട്സൺ പോലുള്ള ആർട്ടിഫിഷ്യൽ നാരോ ഇൻ്റലിജൻസ്. ഇങ്ങനെ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ഡോക്ടർ വരെ ഇന്ന് വ്യാപകമായി തുടങ്ങിയിരിക്കുന്നു. മനുഷ്യർക്ക് രോഗലക്ഷണങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നതിന് മുമ്പ് അൽഗോരിതങ്ങൾ രോഗ ചികിത്സ ആരംഭിക്കുന്ന ഒരു ലോകം. കിഡ്നി പോയാൽ 3D പ്രിന്റ് ചെയ്ത കിഡ്നി ആശുപത്രിയിൽ വെച്ച് സർജറി ചെയ്യുന്ന റോബോട്ടുകൾ മാറ്റിവെക്കുന്നു. കാഴ്ച നാം കാണുന്നു. ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയൊരു ഡിജിറ്റൽ വളർച്ചയുടെ മേഖലയായ ഫാർമക്കോ ജീനോമിക്സ് നമ്മുടെ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പുതിയ മേഖലകളാണ്. ഒരു വ്യക്തിയുടെ ജനിതക ഘടന ചില മരുന്നുകളുടെ അവരുടെ പ്രതികരണത്തെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ആൻറ്റി ഡിപ്രസൻറ്റുകൾ കഴിക്കുമ്പോൾ എന്തുകൊണ്ട് പാർശ്വഫലങ്ങൾ അനുഭവപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി ആരോഗ്യരംഗത്ത് വൻ മാറ്റങ്ങൾ വിധേയമാകുന്നു. ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ അറിയണം. അഗ്രികൾച്ചറൽ മേഖലയിലെ മാറ്റങ്ങൾ, 300 ഏക്കർ സ്ഥലത്ത് ഈ കൃഷി ചെയ്തിരുന്ന നമ്മൾ ഇന്ന് വെറും 300 സ്ക്വയർ ഫീറ്റിൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. വെർട്ടിക്കൽ ഫാമിങ്ങും അക്വാപോണിക്സും ഹൈഡ്രോപോണിക്സും തുടങ്ങിയ കൃഷിരീതികൾ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഫുഡ് പ്രോസസ്സിംഗ് എഞ്ചിനീയറിങ്ങും ഫുഡ് ടെക്നോളജി മാനേജ്മെൻറ്റും ആധുനിക കാലത്തെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന കോഴ്സുകളാണ്. അപ്പോൾ യാന്ത്രിക ജോലികളെല്ലാം ഇന്ന് ഓട്ടോമേഷന് വിധേയമാകുമ്പോൾ സ്വയം വളരാനും വികസിപ്പിക്കുവാനും കഴിയുന്ന കരിയർ മേഖലകൾ നമ്മുടെ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കണം. ഞാൻ ചുരുക്കുന്നു, നമ്മുടെ വിദ്യാർത്ഥികൾ ഈ പഠന മേഖലകൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇന്റേൺഷിപ്പിനും അപ്രന്റീസ്ഷിപ്പ് അടക്കമുള്ള പുതിയ ലഭിക്കുന്ന ഇന്റേൺഷിപ്പും അപ്രന്റീസ്ഷിപ്പും ലഭിക്കുന്ന പുതിയ കോഴ്സുകളും പുതിയ മേഖലകളും കണ്ടെത്തുകയും കോളേജ് വിദ്യാഭ്യാസത്തിന് നിങ്ങൾ പഠിച്ച് കോളേജ് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ ഓൺലൈൻ വഴി പുതിയ സ്കില്ലുകൾ നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. വിജ്ഞാനപ്രദവും വിനോദകരവുമായ വിവിധ
കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നിങ്ങളുടെ സ്കൂളിലെ പ്രോഗ്രാമുകളായാലും നിങ്ങൾ കോളേജിലായാലും അവിടെ എല്ലാം നടക്കുന്ന നാഷണൽ ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിൽ എല്ലാം പങ്കെടുക്കുക. പുതിയ ജീവിത അനുഭവങ്ങൾ നിങ്ങൾ നേടിക്കൊണ്ടിരിക്കുക. അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. 2010 ഈ നോക്കിയ എന്ന് പറയുന്ന ഫോൺ നമ്മളെല്ലാം ഉപയോഗിച്ചിരുന്നതാണ്. ഈ നോക്കിയ കമ്പനി അതിൻ്റെ 95% ഷെയർ മൈക്രോസോഫ്റ്റിന് വിറ്റുകൊണ്ട് അതിൻ്റെ CEO സ്റ്റീഫൻ എലോപ്പ് പറഞ്ഞ ചില വാക്കുകളുണ്ട്. വേൾഡ് ഈസ് ചേഞ്ചിങ് വെരി ഫാസ്റ്റ് ആൻഡ് വി മിസ്ഡ് ഔട്ട് ഇൻ ലേണിംഗ്. അതായത് ലോകം വളരെ വേഗത്തിൽ മാറുകയാണ്. നമ്മൾ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ദോസ് ഹു ചേഞ്ച് ആഫ്റ്റർ ചേഞ്ച് വിൽ സർവൈവ്. മാറ്റത്തിനു ശേഷം മാറുന്നവർ അതിജീവിക്കും. ദോസ് ഹു ചേഞ്ച് എലോങ് വിത്ത് ദ ചേഞ്ച് വിൽ സക്സീഡ്. മാറ്റത്തിനൊപ്പം മാറുന്നവരും വിജയിക്കും. ആൻഡ് ദോസ് ഹു ചേഞ്ച് ബിഫോർ ചേഞ്ച് വിൽ ലീഡ്. മാറ്റത്തിന് മുമ്പ് മാറുന്നവർ നയിക്കും. നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ വരും തലമുറയ്ക്ക് മാറ്റത്തിന് മുമ്പേ മാറാനും അത് ഉൾക്കൊള്ളാനും നയിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യനുകൾ ഞാൻ ഒന്ന് നോക്കി നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് മാത്യുവിൻ്റെ ഒരു സാറുവിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. സ്കോപ്പ് ഓഫ് BSc അഗ്രികൾച്ചർ. അഗ്രികൾച്ചറിന് വലിയൊരു സ്കോപ്പാണ് നമ്മുടെ മുന്നിലുള്ളത്. അഗ്രികൾച്ചർ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഫുഡ് പ്രൊഡക്ഷൻ, അതായത് ദർ ആർ വേരിയസ് ഫീൽഡ്സ് ആണ് ഇവിടെ. നമുക്ക് അഗ്രികൾച്ചറിനെ കണക്ട് ചെയ്യാൻ പോകുന്ന വ്യത്യസ്തമായ മേഖലകളുണ്ട്. ഇപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് പ്രോസസ്സിംഗ്, ഫാം മെഷീനറി, സോയിൽ കൺസർവേഷൻ ആൻഡ് ഇറിഗേഷൻ, ഇങ്ങനെയുള്ള മേഖലയിലെല്ലാം BSc അഗ്രികൾച്ചർ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഈ മേഖലകളിലേക്ക് എത്തിച്ചേരാം. അതോടൊപ്പം തന്നെ നമുക്ക് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രികളിലെ ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം ജോലി ചെയ്യാൻ പറ്റും. അഗ്രികൾച്ചറൽ ഫിനാൻസ് കോർപ്പറേഷനുകളിലെ, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ, നാഷണലൈസ്ഡ് ബാങ്ക്സ്, റൂറൽ ബാങ്കുകളിലെ, കൃഷി വിജ്ഞാൻ കേന്ദ്ര, ഫാം ഇൻഫോർമേഷൻ ബ്യൂറോ, അഗ്രോ ഇൻഡസ്ട്രി സെക്ടറുകൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ടീച്ചിങ് മേഖല, റിസർച്ച് മേഖല തിരഞ്ഞെടുത്താൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികളിൽ വർക്ക് ചെയ്യാം. അഗ്രികൾച്ചറൽ സർവീസ് ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്യാം. ഇനിയും ഇതുമായിട്ട് ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ഞാൻ പറഞ്ഞു. അവിടെ അഗ്രികൾച്ചറൽ മാനേജേഴ്സ്, ഇൻസ്പെക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഡയറി ഫീൽഡിൽ ഇങ്ങനെ വ്യത്യസ്തമായ മേഖലയിൽ. ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ പ്രൈമറി എക്കണോമിക് സെക്ടറായി നമുക്ക് ഫാമിങ് തുടങ്ങാം. പ്ലാന്റേഷൻസ്, ഫിഷറീസ്, കാറ്റിൽ റിയറിങ്, പോൾട്രി ഫാമിംഗ്, ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊരു ഓണ്ടർപ്രണറായും മാറാം. അപ്പോൾ വളരെ സാധ്യതയുള്ളൊരു മേഖലയാണ്. നമുക്കറിയാം ഇന്ന് വേൾഡ് ഫുഡ് പ്രൊഡക്ഷൻ മസ്റ്റ് ബി ഡബിൾഡ് എന്ന്. ഈ മുമ്പ് നമ്മളുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ സ്ഥലപരിമിതി കുറയുന്നു. പണ്ട് 300 ഏക്കർ സ്ഥലം, ഞാൻ മുമ്പ് പറഞ്ഞു, 300 ഏക്കർ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നത് ഇന്ന് 300 സ്ക്വയർ ഫീറ്റിലേക്ക് മാറിയിരിക്കുന്നു. നമ്മൾക്ക് വളരെ കുറഞ്ഞ സ്ഥലമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഫുഡ് ഷോർട്ടേജ് വരാതെ നമ്മൾ കാക്കുന്നു. അപ്പോൾ പുതിയ ടെക്നോളജി അനുസരിച്ച് നമ്മൾ പുതിയ മേഖലകൾ കണ്ടുപിടിക്കുന്നു. വെർട്ടിക്കൽ ഫാമിങ്ങും അക്വാപോണിക്സും ഹൈഡ്രോപോണിക്സും പോലെയുള്ള പുതിയ മേഖലകളിലേക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ മേഖലകൾ മാറുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. വലിയൊരു സ്കോപ്പുള്ള മേഖലയാണ്. അതേപോലെ തന്നെ ഫെയ്മൻ പോളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ബെറ്റർ സ്കോപ്പ് ഇൻ ഹ്യൂമാനിറ്റീസ്. ഞാൻ പറഞ്ഞു സ്കോപ്പ്, ഹ്യൂമാനിറ്റീസിലെ സ്കോപ്പിനെ കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് എൻ്റെ സെഷനിലൂടെ പറഞ്ഞായിരുന്നു. ദെൻ ഡിയോൺ ജേക്കബിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഐ എം എ +2 സ്റ്റുഡൻറ്റ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് വാട്ട് ആർ ദ വേരിയസ് കോഴ്സസ് ഫോർ മീ. എനിക്ക് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എനിക്കത് 3ആയിട്ട് വിഭജിക്കാം. കാരണം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സാങ്കേതിക ജോലികൾ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ രംഗത്തെ സാധ്യതകൾ ഞാൻ എന്ന് പറയാം. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് നിങ്ങൾക്ക് മാറാം.
ബിടെക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അതേപോലെ പ്രോഗ്രാമർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA MCA ഒക്കെ പഠിച്ചാൽ പ്രോഗ്രാമറായി മാറാം. സിസ്റ്റം ആർക്കിടെക്റ്റ്, സോഫ്റ്റ്വെയർ ടെസ്റ്റർ. ഇനി മാനേജ്മെൻറ്റ് കൂടിയൊക്കെ ഉണ്ടെങ്കിൽ ടീം ലീഡറും മിഡിൽ മാനേജ്മെൻറ്റ് ലീഡർഷിപ്പിലൊക്കെ നമുക്ക് എത്തിച്ചേരാം. ടെക്നിക്കൽ നോളജും മാനേജ്മെൻറ്റ് സ്കില്ലും ഉണ്ടെങ്കിൽ. ഇന്നിപ്പോൾ ജോബ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ടെക്നിക്കൽ സ്കില്ലും മാനേജ്മെൻറ്റ് സ്കില്ലും ഉള്ളവർ. അതേപോലെ ബിസിനസ് അനലിസ്റ്റ് ആകാം, ടെക്നിക്കൽ സപ്പോർട്ട്, അങ്ങനെയുള്ള ജോലികളിലേക്കൊക്കെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് എത്തിപ്പാം. ഹാർഡ്വെയർ രംഗത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. ഹാർഡ്വെയർ എഞ്ചിനീയർ, കസ്റ്റമർ സപ്പോർട്ട് എഞ്ചിനീയർ, അതേപോലെ തന്നെ ഹാർഡ്വെയർ കൺസൾട്ടൻറ്റ്, എംബഡഡ് സിസ്റ്റം എഞ്ചിനീയർ, ഇങ്ങനെ തുടങ്ങി നെറ്റ്വർക്ക് എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സാധ്യതകൾ മുമ്പിൽ കിടക്കുന്നുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തെ പുതു സാധ്യതകൾ, പുതുജോലികൾ നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ സൈബർ ജേർണലിസം, സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, ബയോ ഇൻഫോർമാറ്റിക്സ്, കെമി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങി ഒരുപാട് കോഴ്സുകൾ. നിങ്ങൾക്ക് അധ്യാപന മേഖലയിലാണെങ്കിൽ IT അധ്യാപകരായിട്ട്, സോഫ്റ്റ്വെയർ കമ്പനികളിൽ ട്രെയിനറായി, കൊമേഴ്സ് മേഖലകളിലേക്ക് പോകാം. നമുക്കറിയാം ഇന്നിപ്പോൾ ഓൺലൈൻ ലേണിംഗ്, കണ്ടന്റ് ഡെവലപ്മെന്റ്, ടെക്നിക്കൽ റൈറ്റിംഗ്, ഈ രംഗത്തൊക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ IT എനേബിൾഡ് സർവീസുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മുമ്പുണ്ടായിരുന്ന ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, ഇപ്പോൾ ഓട്ടോമേഷൻ വരുമ്പോൾ അതൊക്കെ ഒന്നും പോകുന്നുണ്ട്. എന്നാൽ പോലും അവിടെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനും ലീഗൽ ട്രാൻസ്ക്രിപ്ഷനും മെഡിക്കൽ കോഡിങ്ങും മെഡിക്കൽ സ്ക്രൈബിംഗ് അടക്കമുള്ള ലീഗൽ പ്രോസസ് ഔട്ട്സോഴ്സിങ്, എഞ്ചിനീയറിംഗ് സർവീസ് ഔട്ട്സോഴ്സിങ്, ഇങ്ങനെ ഒരുപാട് മേഖല. അപ്പോൾ 3 മേഖലകളാണെന്ന് കമ്പ്യൂട്ടർ മേഖലയിൽ നമുക്ക് വിഭജിക്കാൻ കഴിയുന്നത്. സാങ്കേതിക ജോലികളെ തന്നെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറെന്നും, IT രംഗത്തെ പുതുജോലികളെന്നും, IT എനേബിൾഡ് സർവീസ് എന്നും നമുക്ക് 3ആയിട്ട് വിഭജിക്കാം. എനിക്ക് പറയാനുള്ളത് നെക്സ്റ്റ് which is the best aviation institution for diploma in airlines? അമാൻ അബ്ദുൾ സമദ് ചോദിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട 2 ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇറ്റ്സിലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂർസ് ആൻഡ് ട്രാവൽ സ്റ്റഡീസ് നടത്തുന്ന മാനേജ്മെന്റ് ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. 6 months നമുക്ക് അതിൽ ട്രെയിനിങ് തന്ന് 3 months അയാട്ട കോഴ്സ് നൽകുന്നു. 3 മാസം നമുക്ക് ട്രെയിനി ആയിട്ട് നമ്മളെ അവിടെ ഇന്റേൺഷിപ്പ് നൽകുന്നു. ഇങ്ങനെ നമുക്ക് ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാം. അതേപോലെ സിയാല്, കൊച്ചിൻ ഇന്റർനാഷണൽ എയർ, നെടുമ്പാശ്ശേരിയിൽ അവരുടെ സിയാൽ അക്കാഡമിയിൽ നമുക്ക് ഇതേപോലെ ഏവിയേഷൻ എയർപോർട്ട് മാനേജ്മെന്റിൽ ഡിപ്ലോമ കോഴ്സുകളുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൽ ഏവിയേഷൻ എക്സ്പ്ലോറിംഗ് കരിയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പൈലറ്റ് ആകാം. അതേപോലെ എയർക്രാഫ്റ്റ് മെക്കാനിക്സ്, അതേപോലെ തന്നെ ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സ്, ഏവിയോണിക്സ് ടെക്നീഷ്യൻ ആകാം, എയർക്രാഫ്റ്റ് കൺട്രോളർ, ഫ്ലൈറ്റ് അറ്റൻഡർ, ഇൻസ്ട്രക്ടർ, ഇങ്ങനെ വിവിധ ജോലികളുണ്ട്. ഇത് നമുക്ക് ഏവിയേഷൻ അക്കാഡമി, അതേപോലെ രാഷ്ട്രീയാണ് UP-യിൽ, അതേപോലെ തന്നെ ഗവൺമെന്റ് ഫ്ലൈയിങ് സ്കൂളുകൾ മുംബൈയിൽ, രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാഡമി അതാണ് ട്രിവാൻഡ്രത്തുള്ളത്. പിന്നെ ഡൽഹിയിലും ചെന്നൈയിലും ഹൈദരാബാദിലും മെയിൻ പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാമുള്ള ഫ്ലൈയിങ് ക്ലബ്ബുകളിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. ഇത് നടത്തുന്ന നല്ല പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അത് ഏവിയേഷൻ രംഗം പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പൈലറ്റ് ആകാനുള്ള പ്രൊസീജിയറും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. +2 കഴിഞ്ഞ് പൈലറ്റ് ആകുന്ന ബേസിൽ ചോദിച്ച ഇതിനോട് ഇതിനോട് കൂട്ടി വായിക്കാം. പൈലറ്റ് ആകണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അക്കാഡമികളാണ് ഞാൻ ഈ പറഞ്ഞ രാജീവ് ഗാന്ധി ഏവിയേഷൻ അക്കാഡമി ട്രിവാൻഡ്രം, ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ യുറാൻ അക്കാഡമി റായ്ബറേലി UP, ഗവൺമെന്റ് ഫ്ലൈയിങ് സ്കൂള് മുംബൈ, സംസ്ഥാനങ്ങളിലെ പ്രധാന തലസ്ഥാന കേന്ദ്രങ്ങളിലെ ഫ്ലൈയിങ് ക്ലബ്ബുകൾ, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിലെല്ലാം നമുക്ക് പൈലറ്റ് ആകാൻ പഠിക്കാം. അപ്പോൾ ഈ പൈലറ്റ് ആകാൻ പഠിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കുന്നത് മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്ന 2 സബ്ജക്റ്റുകൾ പ്രധാനമായും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്.
അതോടൊപ്പം തന്നെ പൈലറ്റ് ആകാനുള്ള എക്സാമിനേഷനുകൾ ക്വാളിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ 3 തലത്തിലൂടെ ഇത് കടന്നു പോകണമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഇത്ര മണിക്കൂറുകൾ നമ്മുടെ പ്രാക്ടീസിംഗ് ഉണ്ട്. അതായത് ആദ്യം നമ്മൾ ഈ പൈലറ്റ് രംഗത്തേക്ക് പഠിക്കാൻ വരുന്ന വ്യക്തി പൈലറ്റ് ലൈസൻസ് എന്ന് പറയുന്ന ഒരു ലൈസൻസ് ആദ്യം എടുക്കണം. ഇത്ര മണിക്കൂർ നമ്മൾ അതിന് പൈലറ്റായി പ്രാക്ടീസ് ആ ലൈസൻസ് കിട്ടുള്ളൂ. അതോടൊപ്പം പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് അതും പറയുന്നു. പിന്നെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ്. ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെ ഒരു വിദ്യാർത്ഥി കടന്നു പോകണം. അതിനുള്ള ചില നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ഒന്ന്, ഇതിനുള്ള സാമ്പത്തിക ശേഷിയും നിങ്ങൾക്കുണ്ടാകണം. മിനിമം 1 ലക്ഷം രൂപയെങ്കിലും നമുക്ക് പഠിച്ചിറങ്ങുമ്പോൾ വേണം. അപ്പോൾ അതിനുള്ളൊരു സാമ്പത്തിക ശേഷിയും അതേപോലെ അതിനുള്ളൊരു പേഴ്സണാലിറ്റി ട്രൈറ്റും അതിനുള്ളൊരു ആപ്റ്റിറ്റ്യൂഡ് നമുക്കുണ്ടോ എന്ന് അറിഞ്ഞതിന് ശേഷം ഈ 3 കടമ്പകളിലൂടെ നമ്മൾ കടന്നുപോയാൽ ഇതേപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് ഫുൾ സ്കോളർഷിപ്പ് നൽകുന്ന ഒരു സ്കീമുണ്ട്. നിങ്ങൾക്ക് പഠിച്ചാൽ നല്ല രീതിയിൽ ഇതിൽ നിന്ന് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. അല്ലെ, എയർ ഇന്ത്യ, അതേപോലെ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ യുറാനായിട്ട് സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ നടത്തുന്ന സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായിട്ട് നൽകുന്നുണ്ട്. ഇങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി നമുക്ക് പഠിക്കാവുന്നതാണ്. ഇവിടെയെല്ലാം നിങ്ങൾ മികവ് പുലർത്തണം എന്നുള്ളതാണ് പ്രധാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ എന്നുള്ളത് നല്ല കരിയറാണ്. അതിലേക്ക് ആമി ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സ്റ്റാറ്റിസ്റ്റിഷ്യൻ വളരെ നല്ല ഒരു കോഴ്സാണ്. എന്താണ് ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ, അത് കളക്ട് ഡാറ്റ ആൻഡ് അനലൈസ് ഡാറ്റ, ദെൻ ഒരു പ്രോപ്പർ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക. ഡാറ്റകളെ അനലൈസ് ചെയ്തൊരു പ്രോപ്പർ കൺക്ലൂഷനിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സാധ്യത വളരെ കൂടിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം ഫേസ്ബുക്കിൽ ഇന്ന് 300 കോടി ജനങ്ങൾ ഉപയോഗിക്കേണ്ടെന്നാണ് പറയുന്നത്. ഫേസ്ബുക്കിൽ ആരൊക്കെ എന്തൊക്കെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ അതിൽ സെർച്ച് ചെയ്യുന്നു. ഫേസ്ബുക്ക് അൽഗോരിതം സ്പെഷ്യലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഡാറ്റ നമ്മുടെ മനസ്സിലാക്കുകയാണ്. ഈ ഡാറ്റ അനലൈസ് ചെയ്തതിന് ശേഷം ഓരോ വ്യക്തിയുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുന്നതാണ്. എന്നിട്ട് ഫേസ്ബുക്ക് തീരുമാനിക്കുന്നത് നാം ആരെ ഫ്രണ്ടാക്കണം. ഇൻസ്റ്റാഗ്രാമാണ് തീരുമാനിക്കുന്നത് നാം എന്തൊക്കെ ചിത്രങ്ങൾ കാണണം. യൂട്യൂബ് കാണുന്നത് നാം എന്നൊക്കെ തീരുമാനിക്കും. ഇതിന്റെ പിന്നിലെല്ലാം അൽഗോരിതം സ്പെഷ്യലിസ്റ്റുകളും ഇതിന്റെ ഡാറ്റകൾ കളക്ട് ചെയ്തിട്ട് അവരത് അനലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്നത്. ഇവിടെ അനലിറ്റിക്കൽ റീസണിംഗ് സ്കില്ലും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നല്ലൊരു സ്റ്റാറ്റിസ്റ്റിഷ്യനായി മാറാൻ കഴിയും. അതിന് BSc സ്റ്റാറ്റിസ്റ്റിക്സും MSc സ്റ്റാറ്റിസ്റ്റിക്സ്, MPhil, PhD തുടങ്ങിയ പഠനങ്ങളിലൂടെ നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസുകളിലെ ഇങ്ങനെ ഒത്തിരി ജോലി സാധ്യത ഇതിൽ സ്റ്റാറ്റിസ്റ്റിഷ്യനുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എടുത്താൽ കൂടുതൽ ജോലി സാധ്യത ഉള്ളത് 10 കഴിഞ്ഞാൽ ഏത് വിഷയം എടുത്താൽ കൂടുതൽ 10 കഴിഞ്ഞിട്ട് ഒരുപാട് ജോലി സാധ്യതയുള്ള മേഖലകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പറയാം. 10 കഴിഞ്ഞവർക്ക് ഉള്ള ജോലി സാധ്യതകൾ ഞാനൊന്ന് പറയാം. പ്രധാനമായിട്ടും 10 കഴിഞ്ഞവരുടെ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അവർക്കുള്ള ഷോർട്ട് ടൈം ആയിട്ടുള്ള കുറച്ച് കോഴ്സുകൾ ഞാൻ നിങ്ങളോട് പറയാം. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് മാത്രമായിട്ടുള്ള ഷോർട്ട് ടേം ടെക്നിക്കൽ കോഴ്സുകളടക്കം, പാരാമെഡിക്കൽ കോഴ്സുകളടക്കം
നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കോഴ്സുകൾ നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കാം. ഒന്നാമതായിട്ട് സിപ്പറ്റ് നടത്തുന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി നടത്തുന്ന പ്ലാസ്റ്റിക് മോൾഡ് ടെക്നോളജിയിലെ ഡിപ്ലോമ കോഴ്സുകൾ. അതേപോലെ ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ, അതേപോലെ കെൽട്രോൺ നോളജ് സെൻറ്റർ നടത്തുന്ന, LBS നടത്തുന്ന, IHRD നടത്തുന്ന ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ടെക്നിക്കൽ കോഴ്സുകൾ. അതോടൊപ്പം തന്നെ ഷുഗർ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഡിപ്ലോമ കോഴ്സുകൾ, ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഡിപ്ലോമ കോഴ്സുകൾ, സിഫ്നെറ്റ് നടത്തുന്ന ഡിപ്ലോമ കോഴ്സുകൾ. സിഫ്നെറ്റ് എറണാകുളത്ത് പള്ളിമുക്കിലാണ് സിഫ്നെറ്റ് നടത്തുന്ന ഡിപ്ലോമ കോഴ്സുകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഫാഷൻ ഡിസൈനിങ്ങിൽ ഇപ്പോൾ വേങ്ങര കേന്ദ്രമായിട്ട് ഫാഷൻ ഡിസൈനിങ്, ഗവൺമെൻറ് ഫാഷൻ ഡിസൈനിങ് സെൻറ്റർ നടത്തുന്ന 42 സെൻറ്റേഴ്സ് ഉണ്ട്. അവർ നടത്തുന്ന ഡിപ്ലോമ കോഴ്സുകൾ ഇന്നുണ്ട്. പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില കോഴ്സുകൾ, ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി കണ്ണൂർ, ഡിപ്ലോമ ഇൻ ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ടെക്നോളജി, കമ്പ്യൂട്ടർ എയ്ഡഡ് ടെക്സ്റ്റൈൽ ഡിസൈൻ, ഇങ്ങനെയുള്ള കോഴ്സുകൾ. പിന്നെ നിങ്ങൾക്ക് ലൈബ്രറി സയൻസിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ 6 months സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട്. പിന്നെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന മോഡേൺ സർവേ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഇങ്ങനെയുള്ള കോഴ്സുകൾ. പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആ രംഗത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ബിവറേജ് സർവീസും ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനും ഫുഡ് പ്രൊഡക്ഷൻ അടക്കമുള്ള കോഴ്സുകൾ. ഇങ്ങനെ നിരവധി കോഴ്സുകൾ. കോർപ്പറേഷൻ രംഗത്താണെങ്കിൽ ജൂനിയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ, JDC എന്ന് പറയുന്ന കോഴ്സ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കോഴ്സുകളാണ്. അതേപോലെ ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയറ്റൽ പ്രാക്ടീസ് ഗവൺമെൻറ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, BCom ഓർ BBA ഈസ് ബെസ്റ്റ്? BCom ആണോ BBA ആണോ ബെസ്റ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. BCom എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സബ്ജക്റ്റാണ്. കാരണം BCom കഴിഞ്ഞൊരു വ്യക്തിക്ക് വിവിധ മേഖലകളിലേക്ക് തിരിയാൻ കഴിയും. ഇപ്പോൾ BCom കഴിഞ്ഞ് ഒരു വിദ്യാർത്ഥിക്ക് MComലേക്ക് പോകാം, MBA ചെയ്യാം, MFA മാസ്റ്റർ ഓഫ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആകാം, മാസ്റ്റർ ഓഫ് മാർക്കറ്റിംഗ് മാനേജ് MMM എടുക്കാം, മാസ്റ്റർ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എടുക്കാം, MSWന് പോകാം, CA, CS, CMA, ACCA തുടങ്ങിയുള്ള കോഴ്സുകൾക്കൊക്കെ പോകാം. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒത്തിരിയുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ്, PG DBM പോലെയുള്ള കോഴ്സുകൾക്ക് ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് പോകാം. BBA എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പെഷ്യലൈസേഷൻ പോലെയാണ്. അത് MBAയിലേക്ക് ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ബിസിനസ് രംഗത്ത് MBA ഫോക്കസ് ചെയ്തു പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് പോലെയുള്ള കോഴ്സുകൾ ആ രംഗത്തേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്കാണ് BBA ഏറ്റവും അനുഗുണമായിട്ടുള്ളത്. ഓക്കെ, അടുത്തത്, ഏത് പാരാമെഡിക്കൽ കോഴ്സാണ് ഏറ്റവും നല്ലത്? എല്ലാം നല്ലതാണ്. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞില്ല, നമ്മുടെ അഭിരുചിയും നമ്മുടെ ഇൻട്രസ്റ്റും ഏതിലാണോ അത് നിങ്ങൾ എടുക്കുക എന്നുള്ള. പാരാമെഡിക്കൽ കോഴ്സുകളെല്ലാം തന്നെ ആൻമരി എന്ന് ചോദിച്ചിരിക്കുന്ന എല്ലാം തന്നെ നല്ല കോഴ്സുകളാണ്. എവർഗ്രീൻ കോഴ്സുകളാണ്. ഇപ്പോൾ BSc നഴ്സിംഗ്, BSc MLT മെഡിക്കൽ ലാബറട്ടറി ടെക്നോളജി, അതേപോലെ തന്നെ റേഡിയോളജി, ഫാർമസി, ഫിസിയോതെറാപ്പി, ഇതൊക്കെ വളരെ എവർഗ്രീൻ എന്നും നിലനിൽക്കുന്ന, എന്നും കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട. പിന്നെ പുതിയ ഒരുപാട് കോഴ്സുകൾ വന്നിരിക്കുന്നു. ഇപ്പോൾ കാർഡിയാക് വാസ്കുലാർ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, അതേപോലെ തന്നെ ഒക്യുപേഷണൽ തെറാപ്പി, ബ്ലഡ് ടെക്നോളജി, ബ്ലഡ് ബാങ്ക് ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഫിസിഷ്യൻ അസിസ്റ്റ്, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, ഇങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ആ മേഖലയിൽ പോവുക. ഓക്കെ, ഞാൻ ഇൻ്റഗ്രേറ്റഡ് ജിയോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ജോലി സാധ്യതകൾ എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാമോ? ജാനകി S. നായർ ചോദിച്ചിരിക്കുന്നത്. ഈ ഇൻ്റഗ്രേറ്റഡ് ജിയോളജി
ജിയോളജി കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ജിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് പെട്രോളിയം ജിയോളജിസ്റ്റ് ആകാം, മെറ്റീരിയോളജിസ്റ്റ് ആകാം, ഓഷ്യനോഗ്രാഫർ ആകാം, ജിയോഗ്രാഫർ ആകാം. അവർക്ക് പ്രധാനമായിട്ടും അവർ ഡിഗ്രി എടുക്കേണ്ടത് ജിയോളജിയിൽ എടുത്തു കഴിഞ്ഞാൽ അവർ പെട്രോളിയം ജിയോളജിയിലോ അല്ലെങ്കിൽ പെട്രോളജിയിലോ റിസോഴ്സ് മാനേജ്മെൻറ്റിലോ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, മിനറൽ ആൻഡ് എക്സ്പ്ലോറേഷൻ, ജിയോ റിസർച്ച് ആൻഡ് ഫീൽഡ്, ഇതൊക്കെ ഇങ്ങനെയുള്ള മേഖലകളിലെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിന് നിങ്ങൾ PG ജിയോളജിയിൽ PG, അപ്ലൈഡ് ജിയോളജിയിൽ PG ഒക്കെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സെക്ടർ അണ്ടർടേക്കിങ്സിലും യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ഒരുപാട് ജോലി സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ ചില ഡിപ്പാർട്ട്മെന്റുകൾ പറഞ്ഞാൽ ഇപ്പോൾ GSI, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അണ്ടർ മിനിസ്ട്രി ഓഫ് മൈൻസിൽ വരുന്നതാണ്. ഇവിടെ UPSC കണ്ടക്ട് ചെയ്യുന്ന എക്സാമുകളിലൂടെയാണ് ജിയോളജിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അതേപോലെ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് എന്ന് പറഞ്ഞ കൾച്ചറിന്റെ കീഴിലുണ്ട് കണ്ടക്ട് ചെയ്യുന്നതാണ്. അതായത് അറ്റോമിക് മിനറൽസ് ഡിവിഷൻ, അറ്റോമിക്, പിന്നെ നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി, ഇവിടെയൊക്കെ ജിയോളജി പഠിച്ചവർ. അതേപോലെ PSC പബ്ലിക്കേഷനുകളുണ്ട്. കമ്മീഷൻ വരെയും ജിയോളജിസ്റ്റും ഹൈഡ്രോ ജിയോളജിസ്റ്റായിട്ടും റിക്രൂട്ട്മെന്റ് നല്ലൊരു മേഖലയാണ് ജിയോളജി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഗെറ്റ് അഡ്മിഷൻ ഇൻ ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി, if I get admission in Bachelor of Physiotherapy through allotment, or is it completely a private course? ഫിസിയോതെറാപ്പിക്ക് അഡ്മിഷൻ കിട്ടാം. നിങ്ങൾക്ക് ഒരു 90% കൂടുതലൊക്കെ മാർക്കുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ LBS, കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റി, നമ്മുടെ കുഹാസ് എന്ന് പറയും, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്, കുഹാസിൻ്റെ അഫിലിയേഷനുള്ള നമ്മുടെ എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളും ഇന്ന് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്നതുമുണ്ട്. പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ അവിടെ എല്ലാം ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 26 വരെ ഉണ്ട്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് LBS വഴിയാണ്. www.lbs.gov.in എന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവിടെ ഫിസിയോതെറാപ്പിക്ക് നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സ് ഉണ്ട്, BSc ഫിസിയോതെറാപ്പി ഉണ്ട്. ഈ BSc ഫിസിയോതെറാപ്പി കോഴ്സുകൾക്ക് നിങ്ങളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. നല്ല ലഭിക്കുക തന്നെ ചെയ്യും. വർഷയാണ് ചോദിച്ചിരിക്കുന്നത്, ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ ആഫ്റ്റർ +2 ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഫോർ എ സയൻസ്. +2 ശേഷം ഒരു സയൻസ്, ബയോളജി, മാത്സ് പഠിച്ച വിദ്യാർത്ഥികളുടെ മുമ്പിലുള്ള ഓപ്ഷൻസുകൾ എന്തൊക്കെയാണ്? ഐശ്വര്യയാണ് ചോദിച്ചിരിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ നമുക്ക് മെഡിസിൻ മേഖല, ഇപ്പോൾ MBBS, BDS, അതേപോലെ BSc സയൻസ്, പ്യുവർ സയൻസ് മേഖലയ്ക്ക് ഫിസിക്സ്, അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ലൈഫ് സയൻസ്, ജെനറ്റിക്സ്, ബോട്ടണി, സുവോളജി, മൈക്രോബയോളജി, ഫിഷറീസ്, വെറ്റിനറി സയൻസ്, അതേപോലെ ഹോമിയോ, ആയുർവേദം, പാരാമെഡിക്കൽ കോഴ്സുകൾ, ഇപ്പോൾ യുനാനി മെഡിസിൻ, മാനേജ്മെൻറ്റ് രംഗത്തേക്ക് പോകാം, ക്രിയേറ്റീവ് കരിയറിൽ പോകാം, ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, അതേപോലെ ടൂറിസം, ലോ, ടീച്ചിങ്, ഇങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ഒത്തിരി മേഖലകൾ നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ് സയൻസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് പോകാൻ. അടുത്ത ക്വസ്റ്റ്യൻസ്, tell me about the job opportunities of economics. Joel J. Pallan. സമയം 12 മണിയാവും. ഓക്കെ. Tell me about the job opportunities of economics. ജോയൽ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്കണോമിക്സിന്റെ ജോലി സാധ്യതകളെ കുറിച്ചാണ്. നിങ്ങളൊരു എക്കണോമിക്സിൽ ഗ്രാജുവേറ്റ്, നിങ്ങൾക്ക് എൻട്രി ബാങ്കിങ്ങിൽ, ഇൻഷുറൻസ്, സ്റ്റോക്ക് മാർക്കറ്റുകളിൽ, സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ, ഇത് നിങ്ങൾക്കൊരു എൻട്രി ലെവൽ ജോബുകളിൽ കിട്ടും. അതേപോലെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിലെല്ലാം ജോലി കിട്ടും നിങ്ങൾക്ക്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമുകളിൽ കിട്ടും. അതേപോലെ ന്യൂസ് പേപ്പേഴ്സ്, ബിസിനസ് ജേണലുകളിലെല്ലാം നിങ്ങൾക്ക് എക്കണോമിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്ടറിലേക്കൊക്കെ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ,
പബ്ലിക് സെക്ടറിലേക്ക്, ഇന്ത്യൻ എക്കണോമിക് സർവീസിലേക്കും അതേപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് പോകാം, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനുകളിലേക്കൊക്കെ പോകാം, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനിലേക്ക് പോകാം. പിന്നെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർച്ച് ഓഫീസറായിട്ട് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ റിസർച്ച് ഓറിയൻറ്റഡ് സ്റ്റഡിയിലേക്ക് പോകാം. ഇപ്പം നമുക്ക് കേരളത്തിൽ നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയുണ്ട്, CDS എന്ന് പറയും, സെൻട്രൽ ഡെവലപ്മെൻറ്റൽ സ്റ്റഡീസ്. എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. KN രാജ് സാറൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതിൽ റിസർച്ച് ഓറിയൻറ്റഡ് സ്റ്റഡീസിലേക്ക് പോകാം, നിങ്ങൾക്ക് ടീച്ചിങ്ങിലേക്ക് പോകാം. ഇങ്ങനെ വിവിധ മേഖലകളുണ്ട്. എക്കണോമിക്സ് നല്ലൊരു സബ്ജക്റ്റാണ്. അതിൽ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പുതിയ സ്പെഷ്യലൈസേഷനുകൾ, ഇതൊക്കെ വളരെ സാധ്യതയുള്ള ഒരു കോഴ്സാണ്. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ? വിച്ച് ഈസ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ടു ലേൺ മാത്സ്? ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട മാത്സ് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച ആർദ്രയും ലക്ഷ്മിയും ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഐസർ, ഞാൻ പറയാം, വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഐസർ. പിന്നെ നൈസർ. പിന്നെ ഐസർ എന്ന് പറയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയും. നൈസർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റോമിക് എനർജിയിലെ ബേസിക് സയൻസ് മാത്തമാറ്റിക്സിലെ. പിന്നെ IIS ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. പിന്നെ ബിറ്റ്സ് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നടത്തുന്ന സെൻട്രൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ് നടത്തുന്ന പ്രോഗ്രാംസ്. പിന്നെ കുസാറ്റിൽ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ കുസാറ്റ് നടത്തുന്ന MSc പ്രോഗ്രാം. പിന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രോഗ്രാമുകളിലേക്കൊക്കെ നിങ്ങൾക്ക് പോകാം വിദ്യാർത്ഥിക്ക്. പിന്നെ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, മൈൻസ് ധൻബാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇതേപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ അടുത്ത ഇതൊക്കെയാണ് നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റിയ വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. പിന്നെ ഈസ് നഴ്സിംഗ് ഗുഡ് ഫോർ ബോയ്സ്? നല്ല ഒരു കരിയർ തന്നെയാണ് ബോയ്സിന് നഴ്സിംഗ്. പക്ഷേ ഈ നഴ്സിംഗ് എടുക്കുമ്പോൾ നമ്മൾ ആപ്റ്റിറ്റ്യൂഡും നമ്മുടെ പേഴ്സണാലിറ്റി ട്രൈറ്റൊക്കെ വളരെ പ്രധാനമാണ്. ഒരു കെയറിങ്, ഒരു സോഷ്യൽ സർവീസ്, ഒരു പേഷ്യൻസ്, ഇതൊക്കെ നമ്മൾക്കുണ്ടോ എന്ന് നോക്കണം. നമ്മൾ സ്ത്രീകൾ ഇന്ത്യയിൽ കാണുന്നില്ല, ഈ കേരളത്തിൽ കാണുന്നത്, അതല്ല പുറം യൂറോപ്പിലൊക്കെ മെയിൽ നേഴ്സുമാർ ഒത്തിരിയുണ്ട്. ഇവിടെയൊക്കെ നമ്മളുടെ ആ ഒരു സ്ത്രീകൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ട് അവരുടെ ഒരു പേഷ്യൻസ്, അവരുടെ ഒരു ക്ഷമ, സഹനം, ത്യാഗം, ഈ ആരോഗ്യ പ്രവർത്തകരിൽ ഡോക്ടർമാരും നഴ്സുമാരും നൽകുന്ന, അതേപോലെ തന്നെ അതോടൊപ്പം തന്നെയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ്, അതായത് ആരോഗ്യ പ്രവർത്തകർ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങൾ നമ്മൾ പ്രശംസനീയമാണ്. നമ്മളെല്ലാവരും എല്ലാവരെയും നമ്മൾ ബഹുമാനിക്കുകയാണ്, നമ്മൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എന്താ കാരണം, ഈ നഴ്സുമാർ ചെയ്യുന്ന വർക്കുകൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ചെയ്യുന്ന അതൊക്കെ വളരെ ശ്ലാഘനീയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നഴ്സിംഗ് മേഖലയിലേക്ക് പോകേണ്ട കുറെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ പോകാം. പിന്നെ ചോദിച്ചിരിക്കുന്നത് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ഫോർ ഇൻ്റഗ്രേറ്റഡ് കെമിസ്ട്രി ഓർ BSc കെമിസ്ട്രി. ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ഫോർ ഇൻ്റഗ്രേറ്റഡ് കെമിസ്ട്രി ഓർ BSc കെമിസ്ട്രി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് JEE അഡ്വാൻസ്ഡ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തോ അല്ലെങ്കിൽ KVPY കിഷോർ വൈജ്ഞാനിക് പ്രോത്സാഹൻ യോജന പോലെയുള്ള സ്കോളർഷിപ്പുകളൊക്കെ നേടി നിങ്ങൾക്ക് 5 years ഇൻ്റഗ്രേറ്റഡ് BS MS ഡ്യുവൽ ഡിഗ്രി നടത്തുന്ന ഐസറുകളിൽ ട്രിവാൻഡ്രത്തോ പൂനെയിലോ ഭോപ്പാൽ, മൊഹാലി, കൊൽക്കത്ത പോലെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാം. അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ പഠിക്കാം. പിന്നെ ഇൻ്റഗ്രേറ്റഡ് MSc ഫിസിക്കൽ സയൻസ് 5 years ഡ്യൂറേഷൻ. നെസ്റ്റ് എന്ന് പറയുന്നൊരു എക്സാം ഉണ്ട്, നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, 12ാം ക്ലാസ് കഴിഞ്ഞ് എഴുതാം. നൈസർ ഭുവനേശ്വറിൽ പഠിക്കാം. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ.
പിന്നെ വാട്ട് ആർ ദ സ്റ്റെപ്സ് റിക്വയർഡ് ടു അച്ചീവ് IAS? അനു ജോജി ചോദിച്ചിരിക്കുന്നത്. സിവിൽ സർവീസിലേക്ക് എത്തിപ്പറ്റാൻ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നാഷണൽ ഇൻ്റർനാഷണൽ അഫയേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഒരു വായന, ഒരു നല്ല റീഡിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ സിവിൽ സർവീസിലേക്ക് കടന്നു പോകുന്നത്. അതായത് പ്രിലിംസ്, മെയിൻസ്, ദെൻ ഇൻ്റർവ്യൂ, പേഴ്സണാലിറ്റി ടെസ്റ്റ്. അപ്പോൾ പ്രിലിംസിന് നമ്മൾക്ക് വളരെ പ്രധാനമായി നിങ്ങൾ അറിയേണ്ടത് ഒരു 6 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളുടെ NCERT ബുക്കുകൾ നന്നായിട്ട് നല്ലവണ്ണം പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത് പ്രിലിംസ് എക്സാമിനേഷൻ്റെ ജനറൽ സ്റ്റഡീസ് പേപ്പറിൽ. അപ്പോൾ നിങ്ങൾ പ്രിലിംസ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത്, അതിൽ 2 പേപ്പറുകളാണ്, പേപ്പർ 1, പേപ്പർ 2. ജനറൽ സ്റ്റഡീസ് പേപ്പറും 200 മാർക്കിൻ്റെ CSAT എന്ന് പറയുന്ന സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും. അത് ക്വാളിഫയിങ് പേപ്പറാണ്. അത് ഒരു 33% മാർക്കുണ്ട്. 200 മാർക്കിൽ ക്വാളിഫൈ ചെയ്യാം. പിന്നെ മെയിൻസ്, അത് വലിയ ബാക്ക് ബോണാണ്. അതിൽ നിങ്ങൾ വളരെ പ്രധാന പേപ്പറുകളാണ്. അത് വളരെ പ്രധാനപ്പെട്ട 2 പേപ്പറുകളാണ്. അപ്പോൾ പേപ്പറുകൾ പഠിക്കാൻ നിങ്ങളുടെ പഠനത്തിന് അതിനുവേണ്ടി നിങ്ങളൊരു ചിട്ടയും അടുക്കോടുള്ള ഇപ്പോൾ തന്നെ 12-ന് ശേഷം തന്നെ നിങ്ങൾ എടുക്കുന്ന സബ്ജക്റ്റ്, ഇപ്പോൾ ഡിഗ്രി സബ്ജക്റ്റ് ഏതായിക്കോട്ടെ, ഏത് സബ്ജക്റ്റും എടുക്കാം, ഏതായിക്കോട്ടെ, അത് നമ്മുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് എടുക്കാൻ കഴിയുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങളത് വളരെ വ്യക്തതയോടെ കൃത്യതയോടെ പഠിക്കുകയും സിവിൽ സർവീസ് ആംഗിളിലുള്ളൊരു പ്രിപ്പറേഷൻ ഇപ്പോഴേയും തുടങ്ങുക. ഒരുപാട് എസ്സേകൾ പഠിക്കുക, എസ്സേകൾ എഴുതി പഠിക്കുക, ഒരുപാട് വായന വേണം. സിവിൽ സർവീസിൻ്റെ ആംഗിളിലുള്ള റീഡിംഗ്, അതിന് നല്ല ലൈബ്രറികൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓൺലൈനിലൂടെ കിട്ടുന്ന എല്ലാ പ്രധാനപ്പെട്ട സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ, ഹിന്ദു എന്ന് പറയുന്ന പത്രം, അല്ലെങ്കിൽ ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്ന മാഗസിനുകൾ, യോജന എന്ന് പറയുന്ന മാഗസിൻ, ഇതൊക്കെയുള്ള മാഗസിനുകൾ നിങ്ങൾ വായിക്കുക. ഇങ്ങനെ നിങ്ങളുടെ അറിവ് കൂട്ടുന്നതനുസരിച്ച് സിവിൽ സർവീസിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അടുത്തത്, മറൈൻ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ആദിത്യനാണ് ചോദിച്ചിരിക്കുന്നത്. മർച്ചൻ്റ് നേവിയും മറൈൻ എഞ്ചിനീയറിങ്ങും തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് മർച്ചൻ്റ് നേവിയിലേക്ക് അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജി മെയിൻ എക്സാമിൽ അഡ്വാൻസ്ഡ് എക്സാമൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടാണ് നമ്മൾ മറൈൻ എഞ്ചിനീയറിംഗിലേക്ക് എത്തിച്ചേരാൻ. മറൈൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് മുംബൈയിലും കൊൽക്കത്തയിലൊക്കെയായിട്ട്. ഇവിടേക്ക് എത്തിച്ചേരുന്നത് നമ്മൾ എക്സാം, ജോയിൻ്റ് എൻട്രൻസ് എക്സാമിനേഷൻസ് ക്വാളിഫൈ ചെയ്ത് എത്തിച്ചേരുന്നവരാണ്. അതോടൊപ്പം തന്നെ വേറൊരു എക്സാമുണ്ട്, എയിംനെറ്റ് എന്ന് പറയും, ഓൾ ഇന്ത്യ മെർച്ചൻ്റ് നേവി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നൊരു എക്സാമുണ്ട്. അതിലൂടെ നമുക്ക് അവിടേക്ക് മർച്ചൻ്റ് നേവി എൻട്രൻസ് എക്സാമാണത്. പിന്നെ കുസാറ്റ് നടത്തുന്ന, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജി നടത്തുന്ന എക്സാമിനേഷനിലൂടെ അവിടുത്തെ മറൈൻ എഞ്ചിനീയറിംഗ്, കുഞ്ഞാലിമരയ്ക്കാർ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. അവിടെ എത്തിച്ചേരാം. പിന്നെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം, അതുവഴി നമുക്ക് പഠിക്കാം. BTech മറൈൻ എഞ്ചിനീയറിംഗിൽ നമുക്ക് +2 കഴിഞ്ഞെത്താം. BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ഇത് കുസാറ്റിലുണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജിയിലുണ്ട്. പിന്നെ BSc നോട്ടിക്കൽ സയൻസ്, അങ്ങനെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന കോഴ്സുകൾ, ഇവിടേക്ക് നമുക്ക് ഈ എക്സാമിലൂടെ എത്തിച്ചേരാൻ കഴിയും. ഇതാണ് അതിൻ്റെ രീതി. അതേപോലെ തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമുണ്ട്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുമുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തി ഇതുപോലെ ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സുകളും, ഇത് നമ്മൾ മറൈൻ എഞ്ചിനീയർ എന്നല്ല മർച്ചൻ്റ് നേവി എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനൊക്കെ നമ്മൾ സ്യൂട്ടാണോ, അത് നമുക്ക് ഇണങ്ങുന്നതാണോ എന്നെല്ലാം നിങ്ങൾ നോക്കിയതിന് ശേഷം ഇതിലേക്ക് പോവുക. വിച്ച് ഈസ് ദ ബെസ്റ്റ് സ്ട്രീം ഇൻ പോളിടെക്നിക്? അക്ഷയ് ബാലകൃഷ്ണൻ ചോദിച്ചിരിക്കും. വിച്ച് ഈസ് ദ ബെസ്റ്റ് സ്ട്രീം? ബെസ്റ്റ് സ്ട്രീം അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. സ്ട്രീമുകളെല്ലാം നല്ലത് തന്നെയാണ്. ബെസ്റ്റ് സ്ട്രീം എന്നല്ല, എല്ലാ പോളിടെക്നിക്കിലും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കുക, നമ്മുടെ കഴിവും നമ്മുടെ ഇൻട്രസ്റ്റും ഏതിലാണെന്ന് നോക്കുക.
അതിനുശേഷം 23 ഡിപ്ലോമ കോഴ്സുകളാണ് പോളിടെക്നിക്കിലുള്ളത്. 23 ഡിപ്ലോമ കോഴ്സസ്. ടെക്നിക്കലായിട്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകൾ 21 എണ്ണമാണ്. 2 നോൺ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഈ 21 എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ആ ഓരോ ഡിപ്ലോമ കോഴ്സുകളെ കുറിച്ചൊന്ന് അറിയുക, അതിലെന്തൊക്കെയാണ് പഠിപ്പിക്കണമെന്നൊന്ന് അറിയുക. എന്നിട്ട് നിങ്ങൾക്ക് യോജിച്ചതാണോ എന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം അതിലെത്തിച്ചേരുക. അടുത്തത് എക്സ്പ്ലെയിൻ BSc ബയോകെമിസ്ട്രി ഫീച്ചേഴ്സ് ആൻഡ് കോളേജസ് ലിസ്റ്റ് ഇൻ കേരള. എക്സ്പ്ലെയിൻ BSc ബയോകെമിസ്ട്രി ഫീച്ചേഴ്സ് ആൻഡ് കോളേജസ് ലിസ്റ്റ് ഇൻ കേരള. അബിയെ ചോദിച്ചിരിക്കും. BSc ബയോകെമിസ്ട്രിയെ കുറിച്ചാണ്. ബയോകെമിസ്ട്രി എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഫൈൻഡിങ്സ് ഓഫ് ബയോകെമിസ്ട്രി ആർ അപ്ലൈഡ് പ്രൈമർലി ഇൻ മെഡിസിൻ, ന്യൂട്രീഷൻ ആൻഡ് അഗ്രികൾച്ചർ. ഈ 3 മേഖലയിൽ ഇന്നിപ്പോൾ ബയോകെമിസ്ട്രിയുടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മെഡിസിനിലാണെങ്കിൽ ബയോകെമിസ്ട്രികൾ എന്താ ചെയ്യുന്നത്? ഇൻവെസ്റ്റിഗേറ്റ് ദ കോസസ് ആൻഡ് യൂസസ് ഓഫ് ഡിസീസ്. ഇപ്പോൾ നമുക്കറിയാം കൊറോണ വൈറസിനെ കുറിച്ചുള്ള പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബയോകെമിസ്ട്രി. They study how to maintain health and study the effects of nutritional deficiencies. അതാണ് അവർ പഠിക്കുന്നത്. അഗ്രികൾച്ചർ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ബയോകെമിസ്ട്രികൾ ചെയ്യുന്നത് എന്താണ്? ശരിക്കും സോയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അവർ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഹൗ ടു ഇംപ്രൂവ് ക്രോപ്പ് കൾട്ടിവേഷൻ, ക്രോപ്പ് സ്റ്റോറേജ്, പെസ്റ്റ് കൺട്രോൾ, ഇതൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ബയോകെമിസ്ട്രിന് വലിയ സാധ്യതയാണ്. ഇപ്പോൾ കേരളത്തിൽ എവിടെയൊക്കെയാണ് ബയോകെമിസ്ട്രി ഉണ്ടാകുന്ന എന്നോട് ചോദിച്ചിട്ടുണ്ട്. അത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാം, കുസാറ്റിൽ പഠിക്കാം. അതേപോലെ തന്നെ ട്രിവാൻഡ്രത്ത് വഴിച്ചാൽ ഇമ്മാനുവൽ കോളേജ് ട്രിവാൻഡ്രം, അതേപോലെ EMEA കോളേജ് കൊണ്ടോട്ടി മലപ്പുറം, പിന്നെ ഗവൺമെൻറ് കോളേജ് കാര്യവട്ടം ട്രിവാൻഡ്രം, പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അതേപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അവിടെ മെഡിക്കൽ ബയോകെമിസ്ട്രി ഉണ്ട്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. പിന്നെ മാർ ഇവാനിയസ് കോളേജ് ട്രിവാൻഡ്രം, NSS കോളേജ് പന്തളം, ന്യൂമാൻ കോളേജ് തൊടുപുഴ, ഇവിടെയൊക്കെ ബയോകെമിസ്ട്രി പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ ഐ ബിക്കം എ ന്യൂക്ലിയർ മെഡിസിൻ പ്രൊഫസർ? ന്യൂക്ലിയർ മെഡിസിൻ പ്രൊഫസർ ആകണം. അമൽ സാജുവാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ആർ ദ ആവറേജ് സാലറീസ് ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ പ്രൊഫസർ? വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ്? എന്തായാലും ഈ ന്യൂക്ലിയർ മെഡിസിൻ പ്രൊഫസർ ആകാൻ അമൽ സാജുവിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് ശരിക്കും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗപ്പെടുത്തി രോഗനിർണയവും രോഗചികിത്സയും സാധ്യമാക്കുന്ന ശാഖയാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്നറിയുക. അപ്പോൾ വളരെ ശ്രദ്ധിച്ച്, വളരെ സൂക്ഷ്മതയോടെ, വളരെ അച്ചടക്കത്തോടെ പഠിക്കേണ്ടതും തിരഞ്ഞെടുക്കുന്നതുമായ വിഷയമാണ്. റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ഉപയോഗപ്പെടുത്തിയുള്ള രോഗനിർണയവും രോഗചികിത്സയും സാധ്യമാക്കുന്ന ഒരു ശാഖയാണിത്. അത് പഠിക്കാനാണെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് മണിപ്പാൽ കോളേജ് ഓഫ് അലൈഡ് ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സ് നടത്തുന്നുണ്ട്. 3 years ആണ്. അതേപോലെ ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹിയിലെ നിങ്ങൾക്ക് പഠിക്കാം ഇത് കഴിഞ്ഞാൽ. അതിൽ SCTIMST ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി, അവിടെ നമുക്ക് പഠിക്കാം. പിന്നെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് കോഴ്സ് നടത്താം. ശരിക്കും ബാർക്കാണ്, ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്റർ ആണ് ഭാരതത്തിൽ ആദ്യമായിട്ട് ഈ മെഡിക്കൽ റേഡിയോ ഐസോട്ടോപ്പ് ടെക്നിക്സ് അല്ലെങ്കിൽ ഒരു കോഴ്സ് തുടങ്ങിയത് തന്നെ ബാർക്കാണ്. അതൊരു 1 year കോഴ്സ്. അപ്പോൾ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, ബയോകെമിസ്ട്രി, റേഡിയേഷൻ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളിൽ 60% കൂടിയ ഡിഗ്രി പാസ്സായവർക്ക് ഇതിൻ്റെ PG തലത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഞാൻ പറഞ്ഞു ഡിഗ്രി തലത്തിൽ മണിപ്പാലിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പഠിച്ചാൽ വലിയ സാധ്യതകൾ ഉള്ള ഒരു മേഖലയാണ്. നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറൊക്കെ ആയിട്ട് ജോലി കിട്ടുമ്പോൾ സാലറിയൊക്കെ ചോദിച്ചിട്ടുണ്ട്.
ഒരു 50,000 മേലേക്ക് നിങ്ങൾക്ക് സാലറി കിട്ടും. അങ്ങനെ ഉയർന്നു പോകാൻ കഴിയുന്ന വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണിത്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സി എക്ക് പോകാൻ ഗോപിക ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. +2 കഴിഞ്ഞ സി എക്ക് പോകാൻ +2 കഴിഞ്ഞ് സി എക്ക് പോകണമെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോഴ്സിലേക്ക് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ നമ്മൾക്ക് വേണ്ട ചില ക്വാളിറ്റീസ്, അതായത് നല്ല അച്ചടക്കത്തോടെ, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട്, നല്ല ക്ഷമയോടെ, വളരെ ഗ്രാഹ്യം ഉണ്ടാകണം, സബ്ജക്റ്റിൽ നല്ല ഗ്രാഹ്യം ഉണ്ടാകണം, വളരെ ക്ഷമ കാണിക്കണം, അതായത് സഹനശക്തി എന്നൊക്കെ പറയില്ലേ, വളരെ വേണം, ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്നുകിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള, ഇന്നിപ്പോൾ അതിൻ്റെ പ്രിലിമിനറി സ്റ്റേജ്, അതിൻ്റെ CPT എന്ന് മുമ്പ് പറഞ്ഞിരുന്ന ആ പ്രിലിമിനറിയിലേക്ക് നമ്മൾ എത്തിപ്പറ്റുമ്പോൾ CPT എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മൾക്ക് +2 പാസ്സായ ഒരു വിദ്യാർത്ഥിക്ക് CPT എക്സാം എഴുതാം. അപ്പോൾ +2 പഠിക്കുമ്പോൾ, +1 +2 പഠിക്കുമ്പോൾ തന്നെ ഇതിനു വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് എൻട്രി സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ സ്റ്റേജാണ് ഇൻ്റർമീഡിയറ്റ് ലെവൽ, IPCC എന്ന് മുമ്പ് പറഞ്ഞിരുന്നു. അത് ഇവിടെ നമ്മൾ CPTയിൽ നമുക്ക് 4 പേപ്പർ ആണെങ്കിൽ അവിടെ വളരെ ശക്തമായി പഠിക്കേണ്ട ഒരു മേഖലയാണിത്. അപ്പോൾ ഈ IPCCയിൽ നമ്മൾ പഠിക്കുമ്പോൾ ആ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി ലെവലിൽ, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കും, ഇത് മാത്രം നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ ഡിഗ്രിയോടൊപ്പം തന്നെ ഇത് പഠിക്കാം. ഇതോടൊപ്പം തന്നെ നമ്മൾ 3 വർഷം നമ്മൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കീഴിൽ 3 വർഷം ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതായത് 3 വർഷം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ കീഴിൽ കമ്പൽസറി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തിരിക്കണം. സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അത് സർട്ടിഫൈ ചെയ്യണം. അതിനുശേഷം ആ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫൈനൽ എക്സാം എഴുതാം. ആ ഫൈനൽ എക്സാമിനും 4 പേപ്പേഴ്സാണ്, അതെഴുതി നമുക്ക് CAയിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ വളരെ പഠിക്കാൻ ഒത്തിരിയുള്ള, വളരെ ശ്രദ്ധിച്ച് അതിനുള്ള കഴിവും അതിനുള്ളൊരു മാത്തമാറ്റിക്കലായിട്ടുള്ള ഇൻ്റലിജൻസും അതോടൊപ്പം തന്നെ പേഷ്യൻസ് അതെല്ലാം നമുക്കുണ്ടോ എന്നും നോക്കിയതിന് ശേഷം അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ഈ ഇപ്പം ഞാൻ പറഞ്ഞതിനെല്ലാം ഒന്ന് നോക്കുക, അതിനുശേഷം ഇതിൽ ചേരുക. ആഫ്റ്റർ +2 വിച്ച് സ്ട്രീം ഓഫ് ഡിഫൻസ് ക്യാൻ ബി ടേക്കൻ വിത്തൗട്ട് മാത്സ്? മാത്സ് ഇല്ലാതെ, ജിനു ആണ് ചോദിച്ചിരിക്കുന്നത്, മാത്സ് ഇല്ലാതെ ഡിഫൻസിലേക്ക് എങ്ങനെ എത്തിച്ചേരാം? അതിനൊരു വഴിയുണ്ട്. പ്രധാനമായിട്ടും ഡിഫൻസിലേക്ക് എത്തിച്ചേരുന്നത് ഫിസിക്സ് മാത്സ് പഠിച്ച വിദ്യാർത്ഥികളാണ്. അത് NDA, നാഷണൽ ഡിഫൻസ് അക്കാഡമി, നേവൽ അക്കാഡമി, നാഷണൽ ഡിഫൻസ് NDAയുടെ UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാമിലൂടെ നമ്മൾ ടെക്നിക്കൽ എൻട്രി, ടെക്നിക്കൽ ബ്രാഞ്ചുകളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചേരുന്നത്. ഇനി വേറൊരു എക്സാം ഉണ്ട്. നമുക്ക് ഡിഗ്രി, നിങ്ങൾ ഏത് ഗ്രാജുവേഷൻ എടുക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ സയൻസ് ആയിക്കോട്ടെ, ഏത്, അതിനുശേഷം നമുക്ക് CDSE, കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷൻ ഉണ്ട്. ആ എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് ആർമി വിങ്ങിലേക്ക്, അതിപ്പോൾ നമ്മൾ നേവിയിലേക്കും എയർഫോഴ്സിലേക്കും ഭൂരിപക്ഷം പോസ്റ്റുകളും ഫിസിക്സ് മാത്തമാറ്റിക്സ് പഠിച്ചവർക്കാണെങ്കിൽ, എങ്കിൽ BTech കഴിഞ്ഞവർക്കാണെങ്കിൽ, എഞ്ചിനീയറിംഗ് STEM കോഴ്സുകൾ കഴിഞ്ഞവർക്കാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്കും സാധ്യതകളുണ്ട്. അപ്പോൾ CDSEയുടെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷനിലൂടെ നിങ്ങൾ സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂവിന് വിധേയമായിട്ട് നിങ്ങൾക്ക് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അവിടെ വ്യത്യസ്തമായ ബ്രാഞ്ചുകളുണ്ട്. ഇപ്പോൾ ലോജിസ്റ്റിക്സ് ഉണ്ട്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ ഇൻസ്ട്രക്ടറായിട്ട്, ഇതേപോലെ തന്നെ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, ടീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. അവിടേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് NCCയിൽ B ഗ്രേഡ് C സർട്ടിഫിക്കറ്റ് നേടി നിങ്ങൾക്ക് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഇൻ്റർവ്യൂവിലൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് സോൾജിയേഴ്സ് ടെസ്റ്റുകളുണ്ട്. സോൾജിയറായിട്ട്
നിങ്ങൾക്ക് ഡിഫൻസിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സെയിലറായിട്ട് നേവിയിലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റും. ഇവിടെ നമുക്ക് അല്ലാതെ എത്തിപ്പറ്റാവുന്ന ചില മാർഗങ്ങളാണ്. ഈ BVOC കോഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, സഹലാണ് ചോദിച്ചിരിക്കുന്നത്. BVOC കോഴ്സ് എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് വൊക്കേഷൻ എന്നറിയപ്പെടുന്ന, നമുക്ക് BHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇന്നിപ്പോൾ NSQF നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിൻ്റെ കോഴ്സുകളും ബ്ലെൻഡ് ചെയ്തപ്പോൾ നമുക്കിന്ന് BHSC കഴിഞ്ഞവർക്ക്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞവർക്ക് ബാച്ചിലർ ഓഫ് വൊക്കേഷൻ കോഴ്സുകളിലേക്ക് പോയാൽ വലിയ സാധ്യതയാണ്. അവർക്ക് വെയിറ്റേജ് വരെയുണ്ട്. വൊക്കേഷൻ്റെ സാധ്യതകൾ നോക്കിക്കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് വൊക്കേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആണ് കോഴ്സ്. നമ്മൾ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ, പഠിക്കുന്നതോടൊപ്പം തന്നെ ലിങ്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയിൽ പോയി നമുക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ പഠനവും കൊണ്ടുപോകാൻ കഴിയുന്ന ഇൻഡസ്ട്രി ലിങ്കുമായി വരുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ബാച്ചിലർ ഓഫ് വൊക്കേഷൻ കോഴ്സ് നല്ല രീതിയിൽ നടക്കുന്ന കോളേജുകളിൽ നിങ്ങൾ എത്തിച്ചേർന്നാൽ നിങ്ങൾക്ക് വലിയ സാധ്യതയാണ് മുന്നിലുള്ളത്. അത് വളരെ നല്ലതാണ്. അത് നിങ്ങൾ VHSC കഴിഞ്ഞ അല്ലെങ്കിൽ IHRDയുടെയൊക്കെ ടെക്നിക്കൽ കോഴ്സൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്, ഇനി ടെക്നിക്കൽ മേഖലയിലേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ BVOC നല്ലതാണ്. BVOCലെ വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട BVOCലെ കോഴ്സുകൾ സെലക്ട് ചെയ്ത് അതിന് പോവുക എന്നുള്ളതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ക്വസ്റ്റ്യനുകൾ ഇതെല്ലാം തന്നെ ഞാൻ ആൻസർ ചെയ്ത് നമ്മുടെ നിങ്ങളുടെ വേറെ വല്ല ക്വസ്റ്റ്യൻസുകൾ ഉണ്ടെങ്കിലൊന്ന്, തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനുകളും ഞാൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. അതായത് ടൂൾ ആൻഡ് ഡൈ ഒരു കോഴ്സ് നടത്തുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് NTTF എന്ന് പറയും, നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന തലശ്ശേരി, കാലിക്കറ്റ്, തൃശ്ശൂർ അടക്കമുള്ള 5 പ്രധാന കേന്ദ്രങ്ങളിൽ NTTF നടത്തുന്ന ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്, ടൂൾ ആൻഡ് ഡിജിറ്റൽ മേക്കിംഗ് ടെക്നീഷ്യൻ കോഴ്സുകളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. NTTF നിങ്ങൾ ആ സൈറ്റ് ഒന്ന് സന്ദർശിക്കണം. വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ്. ഇതിന് വളരെ സാധ്യതകളുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം തന്നെ 2 വിദ്യാർത്ഥികൾ ഇതിനെക്കുറിച്ച് ചോദിക്കുകയും എന്നോട് സമീപിക്കുകയും ചെയ്തു. അവർക്ക് ഞാനത് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ അപേക്ഷ കോൾ ഫോർ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഈ ടൈമാണ്. നിങ്ങളത് അറിയണം. വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. സാധ്യത, അതായത് പ്ലേസ്മെൻറ്റിന് വലിയ സാധ്യതയുള്ള വലിയ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികൾ, ഒരുപാട് കമ്പനീസ്, ഇപ്പം നിങ്ങൾ ആ സൈറ്റിൽ കയറുമ്പോൾ തന്നെ അറിയാം ഏതൊക്കെ കമ്പനീസുകളാണ് ഇതിനു മുമ്പ് പ്ലേസ്മെൻറ്റ് നടത്തിയെന്ന് താഴെ വരും. ഓരോ കമ്പനീസുകളുടെയും പേരടക്കം താഴെ ആ സൈറ്റിൽ കാണാം. നമുക്ക് വളരെ സാധ്യതയുള്ളൊരു കോഴ്സാണ്. NTTF ആണ്, നെട്ടൂർ ടെക്നിക്കൽ ട്രെയിനിങ് ഫൗണ്ടേഷൻ നടത്തുന്ന, വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു കോഴ്സാണ്. അതുപോലെ IT-കളിലുണ്ട്, ITCയിലുണ്ട് ഇത് നടത്തുന്ന, ഈ ബ്രാഞ്ച് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഭാവി നേർന്നുകൊണ്ട് നല്ലൊരു ഭാവിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിൽ, അതോടൊപ്പം തന്നെ ടെലഗ്രാമും, വാട്സാപ്പും ടെലഗ്രാമും ഒരേ നമ്പറാണ്. നിങ്ങൾക്ക് ഇതിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ എന്നെ അറിയിക്കാവുന്നതാണ്. എല്ലാ സംശയങ്ങൾക്കും ഞാൻ വാട്സാപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.